കണ്ണൂർ ചെറുപുഴ പഞ്ചായത്തിലെ മലയോര മേഖലകളിൽ വ്യാപകമായി അടക്കാമോഷണം. കഴിഞ്ഞ ഒരാഴ്ചയായി മഞ്ഞക്കാട് മേഖലയിലാണ് അടക്കാമോഷണം ഏറ്റവും രൂക്ഷമായ നിലയിലുണ്ടായത്. തുടർച്ചയായ മോഷണങ്ങൾ മൂലം കർഷകർ കടുത്ത ആശങ്കയിലും ദുരിതത്തിലുമാണ്. രാത്രിയുടെ മറവിലെത്തുന്ന മോഷണ സംഘങ്ങൾ ഉണക്കാൻ നിരത്തിയതും അടക്കയും ഉണക്കി ചാക്കുകൾ നിറച്ച് സൂക്ഷിച്ചിരുന്ന അടക്കയും ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോവുകയാണെന്ന് കർഷകർ പറയുന്നു. ഇതിനു പുറമെ കവുങ്ങിന്റെ മുകളിൽ നിന്നും പഴുത്ത അടക്കകൾ നേരിട്ട് പറിച്ചു കൊണ്ടുപോകുന്നതും വ്യാപകമായി നടക്കുന്നതായി കർഷകർ ആരോപിക്കുന്നു. മഞ്ഞക്കാട് മേഖലയിൽ കുറേ ദിവസമായിട്ട് ഇപ്പം ഭയങ്കരമായിട്ട് മോഷണം പോകുന്നുണ്ട്. ഷീറ്റ് അടക്ക പറമ്പിൽ ഉണക്കാനിട്ട അടക്കയെല്ലാം കൊണ്ടുപോകുന്നു. പിന്നെ ചാക്കിൽ കെട്ടി വെച്ചത്, പിന്നെ പോപ്പേരയിലിട്ട ഷീറ്റ് വ്യാപകമായിട്ട് ഇപ്പോൾ 2 ആഴ്ചയായിട്ട് ആ ഏരിയയിൽ മൊത്തം മോഷണമാണ്. അതുകൊണ്ട് വ്യാപാരികൾ നമ്മൾ കഷ്ടപ്പാടാണ് മൊത്തം. എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഈ ഇത്രയും കഷ്ടപ്പെട്ട് ഉണക്കി വെച്ച അടക്കിയ ഷീറ്റെല്ലാം പോകാമെന്ന് പറഞ്ഞാൽ ഒരാൾ ഷോർട്ടർ എടുത്തിട്ട് വെട്ടി 2 മണിക്കെല്ലാം പോയി വെട്ടി പാലെടുത്ത് ഉറയിച്ച് ഷീറ്റാക്കിയിട്ട് വെക്കുന്നതല്ലേ. അല്ലാതെ രാത്രി മോഷണങ്ങൾ പോകുന്നത്. അതിന് എന്തെങ്കിലും അതിന് പ്രതിവിധി കണ്ടുപിടിക്കണം. പോലീസിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് വരെയാണ്. മഞ്ഞക്കാട് കുന്നുംപുറത്ത് കൃഷിയുള്ള കൃഷ്ണൻ പിടിക്കൽ, പുതിയ ജിൻഡോ, നെല്ലിക്കൽ ജിമ്മി, PJ ജോയ്സ് എന്നിവരുടെ അടക്കയാണ് മോഷണം പോയത്. സംഭവത്തിൽ ഇവർ ചെറുപുഴ പോലീസിൽ പരാതി നൽകി. കൃഷിക്ക് വലിയ ചിലവുകൾ നടത്തിയ ശേഷമാണ് വിളവെടുപ്പ് ഘട്ടത്തിലെത്തിയതെന്നും ഈ ഘട്ടത്തിലുണ്ടായ മോഷണം വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കിയതെന്നും കർഷകർ പറയുന്നു. തുടർച്ചയായ മോഷണങ്ങൾ മൂലം രാത്രികാലങ്ങളിൽ കൃഷിയിടങ്ങൾ കാവൽ നിൽക്കേണ്ട അവസ്ഥയിലാണ്. ഇതോടെ മലയോര പ്രദേശങ്ങളിലെ സാധാരണ ജീവിതവും കൃഷി പ്രവർത്തനങ്ങളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മോഷണ സംഘത്തെ കണ്ടെത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും മലയോര മേഖലകളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു.